കോടതി പിടിച്ചുവെച്ച കുറ്റവിമുക്തനായ നടൻ ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് തീരുമാനം. കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യ ബോണ്ടുകൾ അവസാനിച്ചെന്ന് കോടതി. നിഷ ദിലീപ് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. നിഷ, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു. അതിനായുള്ള തുടർ നടപടികളുടെ ഭാഗമെന്നോണമാണ് ഇത്തരത്തിൽ പിടിച്ചുവെച്ച പാസ്പോർട്ട് തിരിച്ച് നൽകുന്നത്. ജാമ്യ വ്യവസ്ഥകൾ, ബോണ്ടുകളൊക്കെ അവസാനിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ഇത് കോടതിയുടെ ഒരു സ്വാഭാവിക നടപടിയാണ്. കാരണം ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ ദിലീപിന്മേൽ ഈ ബോണ്ട് ആവശ്യപ്പെട്ട് ദിലീപ് അപേക്ഷ നൽകിയിരുന്നത്. ഇത് പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. പ്രോസിക്യൂഷൻ ഇതിനു മുമ്പ് ഈ കേസ് പരിഗണിച്ച സമയത്ത് പ്രോസിക്യൂഷൻ ഇത് എതിർത്തിരുന്നു. പിന്നീട് പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് കോടതി ദിലീപിന് ഈ പാസ്പോർട്ട് വിട്ടു നൽകാനായി കോടതി വിധി വന്നത്. വേണമെങ്കിൽ ദിലീപിന്റെ സിനിമ ഇന്ന് റിലീസായി. ഈ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ദിലീപിനെ വിദേശത്തേക്ക് അടക്കം യാത്രകൾ നടത്തേണ്ടതുണ്ട് എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. എന്തായാലും ഈ കേസിൽ ദിലീപ് അറസ്റ്റിലായ സമയത്ത് അതിനുശേഷമാണ് അറസ്റ്റിലായതോടുകൂടിയാണ് ദിലീപിന്റെ ജാമ്യ വ്യവസ്ഥ ആ കേസിൽ ആദ്യം അറസ്റ്റിലായി പിന്നീട് ദിലീപിന് ജാമ്യം ലഭിക്കും. ഈ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ദിലീപിന്റെ പാസ്പോർട്ട് പിടിച്ചുവെച്ചത്. എന്തായാലും ഈ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടുകൂടി കോടതി ഈ സ്വാഭാവിക നടപടിയുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ദിലീപിന്റെ പാസ്പോർട്ട് വിട്ടു നൽകിയത്. എന്തായാലും ദിലീപിന് ആശ്വാസകരമായൊരു കാര്യം തന്നെയാണ് ഈ 7 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ ദിലീപിന്റെ പാസ്പോർട്ട് വിട്ട് നൽകുന്നത്. ശരി, നിഷയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കൊരു പരാതി കിട്ടിയതുകൊണ്ട് നമുക്ക് അത് ബന്ധപ്പെട്ട ഒരു കേസ് തൃശ്ശൂർ സിറ്റിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇൻസൾട്ടിങ് മോഡസ്റ്റി ഓഫ് വിമൻ, റിവീലിംഗ് ഐഡന്റിറ്റി ഓഫ് ദ വിക്ടിം, അങ്ങനെയുള്ള സെക്ഷൻസ്, അതിൻ്റെ കൂടെ തന്നെ IT ആക്ടിലുള്ള സെക്ഷൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് ഒരു സ്പെഷ്യൽ സംഘടനയെ നമ്മൾ നിയമിച്ചിട്ട് ഒരു ഇംപാർഷ്യലും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്ക്, വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക്, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സർക്കുലേഷനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാർക്ക് ആർക്കാണ് അതെല്ലാം നോക്കിയിട്ട് അത് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ലീഗൽ നടപടികൾ എടുക്കാൻ പോവാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുവരെ 130ന്റെ മേളിൽ ലിങ്ക്സ് ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വീഡിയോസ് പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് അറിയാതെ കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ അകത്ത് കമന്റ് ഇട്ടിട്ടുണ്ടാവും. ഞാൻ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇപ്പൊ തന്നെ പെട്ടെന്ന് അത് എല്ലാ റിക്വസ്റ്റ് വീഡിയോസ് അവർ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് അത് ടേക്ക് ഡൗൺ ചെയ്യേണ്ടതാണ്. അത് ബന്ധപ്പെട്ട് അത് നടത്തില്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ലീഗൽ നടപടികളും പിന്നെ അതിൻ്റെ